If you are new to this channel, please subscribe. പ്രിയമുള്ള നാട്ടുകാരെ, കോവിഡ്-19 എന്ന മഹാമാരിയുടെ ഭീതി നിലനിൽക്കുന്ന ഈ സമയത്ത് ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹേ ഗൈസ്, അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ലോക്ക്ഡൗണിൽ നമ്മൾ ഒരു ചെറിയൊരു സംഭവം പരീക്ഷിക്കുകയാണ്. നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് നമ്മൾക്ക് വെളുത്തുള്ളിയാണ്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര വേണം. പിന്നെ മുട്ടയുടെ വെള്ള മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓയിൽ. ഗൈസ്, അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഫസ്റ്റ് തന്നെ മുട്ടയുടെ വെള്ള അതിടുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇടേണ്ടത് ലെമൺ ജ്യൂസാണ്. ഇതിലേക്ക് ഇടുക. അതിന് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പിടുക. ഉപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിടുക. ആവശ്യത്തിന് വേണ്ട പഞ്ചസാര നമ്മൾ മിക്സിയിലിട്ട് അടിക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ഇടുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. ഫസ്റ്റ് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് കട്ടിയായിട്ട് വരേണ്ടത് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി ഓയിൽ ഒഴിക്കണം. കുറച്ചും കൂടി ഒഴിക്കുക ഓയിൽ. ഏകദേശം നമ്മുടെ സാധനം സെറ്റായിട്ട് ഏകദേശം നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഒരു ദം നൈസായിട്ട് വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ വെച്ച് ഉണ്ടാക്കണമെന്നായിരുന്നു. അപ്പോൾ നമ്മളത് പാമലി വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിത് വളരെ കുറച്ചുണ്ടാക്കിയുള്ളൂ. സാധനം സെറ്റായിട്ടുണ്ട്. മയോണൈസ് സെറ്റ്. ഇതിനു വേണ്ടി ഇനി എന്തെങ്കിലും മുക്കി കഴിക്കാൻ വേണ്ടേ? അപ്പോൾ നമുക്കിനി കുറച്ച് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാകും. ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തുണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ ചിപ്സാണ്. നമ്മളിതിന് കഴുകി കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. തൊലി ചെത്തുക. നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി ഇനി നമ്മൾ അരിഞ്ഞത് കഷ്ണാക്കാം. ഒരു ഇത്ര വലുതല്ലാതെ ഒരു മീഡിയം ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫുള്ളിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പുഴുങ്ങിയെടുക്കണം. ഇത് വെള്ളം ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമ്മൾ ചിപ്സ് എടുത്ത് ഇതിലേക്ക് ഇടും. വെള്ളത്തിലിടും. ചൂടായതിനു ശേഷം നമ്മൾ ഫുള്ള് ഇങ്ങനെ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. തിളയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മളൊരു തുണി വെച്ചിട്ടുണ്ട്. ആ തുണിയിലേക്ക് നമ്മൾ ഇടുകയാണ്. സോപ്പിൻ്റെ വെള്ളമെല്ലാം ഇതിലേക്ക് ഊർന്ന് ഇറങ്ങിക്കോളും. ഏകദേശം നമ്മളൊരു ചട്ടി എടുത്തു. ഇനി ചട്ടിയിൽ എണ്ണ ഒഴിക്കണം. നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിപ്സ് എടുത്തിടും. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ മയോണൈസും ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പീസും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇതിലെടുത്തിട്ട് നമ്മുടെ മയോണൈസ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മയോണൈസിൽ ഒന്നിപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ഗൈസ്, അടിപൊളിയുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ചിപ്സ് എല്ലാം നമ്മൾ വറുത്തതിന് ശേഷം നമ്മളൊരു കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കണം. അപ്പം എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഉപ്പ് അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. ചിലർക്ക് ഉപ്പില്ലാതെ കഴിക്കുന്നത് ഇഷ്ടം. ബട്ട് ഉപ്പുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. സോ അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. If you are new to this channel, please subscribe. നോക്കി നമ്മൾ മിക്സി ഒരിക്കലും നമ്മൾ തുറന്നടിച്ചടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ അടയ്ക്കാൻ ശ്രദ്ധിക്കണം.